ഹലോ നമസ്കാരം. ഇന്ന് തമിഴ്നാട്ടിൽ പൊങ്കൽ സെലിബ്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ്. നാളെയാണ് മെയിൻ പൊങ്കൽ. ഇതൊരു ഹാർവെസ്റ്റ് ഫെസ്റ്റിവലാണ്. നല്ല വിളവെടുപ്പ് തന്നതിന് എല്ലാ ദൈവങ്ങൾക്കും നന്ദി പറയുകയാണ് ചെയ്യുന്നത്. ഇതൊരു 4 ദിവസമായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. നാളെ എല്ലാ വീട്ടിലും രാവിലെ വെൺപൊങ്കൽ, അതുപോലെ തന്നെ സ്വീറ്റ് പൊങ്കൽ ഇതൊക്കെയായിരിക്കും ഉണ്ടാക്കുന്നത്. ഈ വെൺപൊങ്കൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് 1/2 കപ്പ് പച്ചരിയും 1/4 കപ്പ് ചെറുപയർ പരിപ്പും വേണം. അത് നന്നായിട്ട് വാഷ് ചെയ്ത് അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കണം. അത് കഴിഞ്ഞ് അതൊരു കുക്കറിലോട്ട് മാറ്റി കുറച്ച് എണ്ണയോ ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. എന്നിട്ട് ഒരു 3 കപ്പ് വെള്ളം ഒഴിക്കണം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ 3 വിസിൽ വന്നു കഴിയുമ്പോൾ ഓഫാക്കി വെക്കണം. എന്നിട്ട് ഇനി അതിലേക്ക് കുറച്ച് സാധനങ്ങൾ താളിച്ചൊഴിക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒഴിക്കുക, കുറച്ചും കൂടെ എണ്ണ ഒഴിക്കാവുന്നതാണ്. ഞാൻ നെയ്യ് കുറച്ചേ ഇട്ടിട്ടുള്ളൂ. നെയ്യ് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഇഞ്ചി ഇടാം. അത് കഴിഞ്ഞിട്ട് ഒരു പച്ചമുളക് ഇടാം. പിന്നെ കുരുമുളക് കുറച്ച് ചതച്ചിടാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കശുവണ്ടി ഇടാം. അതുപോലെ ചെറിയ ജീരകം ഇടണം. പിന്നെ കുറച്ച് കറിവേപ്പില ഇടാം. നെറ്റിൻ്റെയൊക്കെ കളർ ചേഞ്ച് ആയി കഴിയുമ്പോഴത്തേക്കും തീ ഓഫ് ചെയ്തിട്ട് നമുക്കിത് ചോറിലോട്ട് ഒഴിക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിക്കാം. ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പൊങ്കലാണ്. അധികം കുഴഞ്ഞൊന്നും പോയിട്ടില്ല. ചട്നിയുടെ കൂടെയോ അല്ലെങ്കിൽ സാമ്പാറിൻ്റെ കൂടെയോ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്.